ബിനോയ് വിശ്വം എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹവുമായി കാലങ്ങളുടെ പരിചയവും ബന്ധവുമൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇദ്ദേഹം ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന നേതാക്കളാണല്ലോ ഇവരെല്ലാം. അപ്പം തൊഴിലാളികളുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കാനും അവരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് കഴിയേണ്ടതാണ്. പക്ഷേ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അതിനൊന്നും കഴിഞ്ഞില്ല. മാത്രമല്ല ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിക്കുകയും അവരുടെ സമരത്തിൽ ന്യായമില്ല എന്ന് പറയുകയും അവരെ പരോക്ഷമായി വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു സഖാവാണ് ബിനോയ് വിശ്വം. CPM അങ്ങനെ ചെയ്താലും CPI അങ്ങനെ ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം അല്പം സാത്വികമായി ചിന്തിക്കുന്ന നേതാക്കളാണ് CPIയിൽ ഉള്ളത്. നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതയും അല്പം ലഘുവാണ്, CPMനെ പോലെ അല്ല. എന്നാൽ ഇന്നലെ പറഞ്ഞത് അത് തെറ്റായിപ്പോയി. അതായത് ആശാ സമരക്കാർക്ക് പിന്തുണ കൊടുക്കാത്തത് തെറ്റായിപ്പോയി. അവർ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അവർ സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളാണ്, കുടുംബത്തിന് വേണ്ടി പാടുപെടുന്നവരാണ്. അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അന്ന് നൽകേണ്ടതായിരുന്നു. ഇനിയുള്ള സർക്കാർ അത് നൽകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് ഇരട്ടത്താപ്പല്ലേ സഖാവേ? ഇരട്ടത്താപ്പ് തന്നെ. 2 വള്ളത്തിലും 4 വള്ളത്തിലും കാല് ചവിട്ടി കാണിക്കുന്ന ഈ പരിപാടിയെ രാഷ്ട്രീയമെന്നോ രാഷ്ട്രീയ ധാർമ്മികതയെന്നോ നമുക്ക് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല. താൻ തോന്നിത്തരം എന്നോ അവസരവാദമെന്നോ പിതൃശൂന്യതയെന്നോ ഒക്കെ മാത്രമേ നമുക്ക് പേരിട്ട് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. CPIയുടെ അവസ്ഥ അറിയാമല്ലോ. 22 മണ്ഡലങ്ങളിലോ മറ്റോ മത്സരിച്ചു, 8 മാത്രമാണ് ജയിച്ചത്. വൈക്കം പോയി, നാദാപുരം പോയി. വൈക്കമൊക്കെ കാലങ്ങളായി കൈവശം വെച്ചിരുന്ന സീറ്റാണ്. നാദാപുരത്തെ ചരിത്രം മാറിമറിഞ്ഞ് തൂറ്റ് തുന്നമ്പാടി. CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ഗതിയില്ലാതായിരിക്കുന്നു. ജനങ്ങൾ നിങ്ങളെ ആട്ടിയോടിച്ചിരിക്കുന്നു. നിങ്ങൾക്കിവിടെ രക്ഷയില്ലാതായിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ, ബംഗാൾ പോലെ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പോലെ, ത്രിപുര പോലെയൊക്കെ തന്നെ നിങ്ങളിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത് ബിനോയ് വിശ്വമായാലും MV ഗോവിന്ദനായാലും മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായാലും ഒക്കെ തന്നെ മനസ്സിലാക്കണം. ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു ഒരു പാർട്ടിയുണ്ട്. ബംഗാളിലൊക്കെ ഇത്തവണ മത്സരിച്ചു എന്നാണ് കേൾക്കുന്നത്. G ദേവരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആകെ ആ മനുഷ്യൻ മാത്രമേ ആ പാർട്ടിയിൽ അംഗമായുള്ളൂ എന്ന് തോന്നുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ജനം എന്നേ തിരസ്കരിച്ചു കഴിഞ്ഞു. ഇവിടെ പാവപ്പെട്ടവൻ സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പോലീസിനെ ഉപയോഗിച്ച് അവരെ ആട്ടിയോടിക്കുകയും തല്ലിയോടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന 10 വർഷം അത് ജനങ്ങൾ മറക്കില്ല സഖാവേ ബിനോയ് വിശ്വം. നിങ്ങൾ ഇനി എന്ത് ന്യായീകരണം നടത്തിയാലും അങ്ങോട്ട് ചെന്നിട്ട് പോലും, അതായത് പ്രത്യേകമായി പോയി ആവശ്യപ്പെട്ടു, ഈ സമര സഖാക്കൾ അല്ലെങ്കിൽ സമര പ്രവർത്തകർ അങ്ങോട്ട് പോയി സ്ത്രീകൾ ആവശ്യപ്പെട്ടു, സഖാവെ ഒപ്പം നിൽക്കണം, സാർ നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കണം, ലഘുവായിട്ട് ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരെ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. ഇതാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാഷ്ട്രീയ സ്ഥിതി തുടരും, അല്ലെങ്കിൽ കൂടുതൽ വഷളാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം, കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്നീ മേഖലകളിലേക്ക് അല്ലെങ്കിൽ എന്നീ സ്ഥിതിവിശേഷങ്ങളിലേക്ക് നമ്മുടെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആശാവർക്കർമാരുടെ കാര്യം, ഇതിപ്പോൾ പുതിയ സർക്കാർ വന്നാലും ആര് വന്നാലും പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ കഷ്ടപ്പെടുന്നവരാണ്. 12 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. അവരുടെ കാര്യം ഏത് സർക്കാർ പുതിയതായിട്ട് വന്നാലും അല്ലെങ്കിൽ ഏത് സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായാലും അതൊക്കെ തന്നെ പരിഹരിക്കണം, അവരെ പരിഗണിക്കണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. അവസരവാദം കാണിച്ചിട്ട് 2 വള്ളത്തിൽ കാലി ചവിട്ടിയിട്ട് ഇരട്ടത്തപ്പ് കാണിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തൽക്കാലമില്ല പ്രിയപ്പെട്ട ബിനോയ് വിശ്വം.